2025 നീറ്റ് എക്സാം എഴുതി ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്ന് 275 MBBS സീറ്റുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 200ഓളം സീറ്റുകൾ നേടിയതും ബ്രില്യനിലെ വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 2026 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ പ്രത്യേകമായും ഇനിയുള്ള അവരുടെ വളരെ വിലപ്പെട്ട നാളുകൾ എങ്ങനെ ചിലവഴിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. ഫുൾ ഫ്രീഡാണ്. നമുക്ക് ഹോസ്റ്റലിലാണെങ്കിലും ക്യാമ്പസിലാണെങ്കിലും 8 to 4 ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സും നമ്മുടെ പ്രാക്ടിക്കൽ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. പക്ഷേ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് പറ്റിയ തെറ്റ് നമ്മൾ തന്നെ അത് തിരുത്തി നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. നമുക്ക് തെറ്റുന്ന ഭാഗങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഒന്ന് കഴിഞ്ഞാൽ അത് വിട്ടിട്ട് അതിൽ മിസ്റ്റേക്സ് മാത്രം നോക്കിയിട്ട് ഉടനെ അടുത്ത ഇതിലേക്ക് പോവുക. എന്തായാലും നമ്മളെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവും. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളും എക്സ്പീരിയൻസ് ചെയ്ത് വന്നതാണ്. പക്ഷേ അവിടെ ഇപ്പോൾ ആ നിമിഷം നമ്മൾ സ്ട്രെസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിലൂടെ നീറ്റ് 2025 മികച്ച വിജയം കരസ്ഥമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയിരിക്കുന്ന ഏതാനും വിദ്യാർത്ഥികളെയാണ്. അപ്പോൾ നമുക്ക് അവർ ഓരോരുത്തരെയും പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാനിവിടെ കോഴിക്കോട് സ്വദേശിയാണ്. ഞാനിവിടെ കോഴിക്കോട് സെൻറ്ററിലെ J3 ബാച്ചിലെ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ആലിയ, എൻ്റെ സ്ഥലം കൊല്ലാണ്. ഞാൻ പാല A ബ്ലോക്കിൽ P1 ബാച്ചിലെ റിപ്പീറ്റർ ആയിരുന്നു. ഹായ്, എൻ്റെ പേര് അൽന. ഞാൻ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് ബ്രില്യൻറ്റിൽ J9 ബാച്ചിലായിരുന്നു. ഹായ്, എൻ്റെ പേര് റാനിയ. എൻ്റെ വീട് കോഴിക്കോടാണ്. ഞാൻ കോഴിക്കോട് സെൻറ്ററിൽ J9 ബാച്ചിലായിരുന്നു. എൻ്റെ പേര് ജബ. കോഴിക്കോടാണ് സ്ഥലം. കോഴിക്കോട് സെൻറ്ററിൽ തന്നെ J9 ബാച്ച്. ഹായ്, ഞാൻ അഞ്ജു, ചാലക്കുടിയിൽ നിന്ന് വരുന്നു. പാല സെൻറ്ററിലാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് പേര് കോഴിക്കോട് തന്നെ ഉള്ളവരാണ് അല്ലേ? അതാരൊക്കെയായിരുന്നു? 1, 2, 3. അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ തൊട്ടടുത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു അല്ലേ? ഏകദേശം 4 മാസത്തോളമായി ഒരു MBBS ലൈഫ് തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ പോകുന്നു ക്യാമ്പസ് ജീവിതമൊക്കെ? ക്യാമ്പസ് ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത കുറച്ച് അടിപൊളി ലൈഫൊക്കെയാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ എഫേർട്സ് ഇട്ടേ, അതൊക്കെ ഏകദേശം നമുക്ക് അതൊക്കെ അവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അക്കാഡമിക്സ് ആണെങ്കിലും വളരെ നല്ലൊരു അക്കാഡമിക്സ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഈ MBBS എന്നുള്ളൊരു തോട്ട് എങ്ങനെയാണ് മൈൻഡിലേക്ക്? ആദ്യം എന്തായിരുന്നു ഒരു മോട്ടിവേഷൻ? എനിക്ക് എൻ്റെ ചെറുതിലേ തൊട്ടുള്ള ആഗ്രഹം തന്നെയാണ് MBBS. ഇപ്പം എനിക്ക് ഇതല്ലാണ്ട് വേറൊരു സെക്കൻഡ് ഓപ്ഷൻ ഇപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ ഹോസ്റ്റലിലേക്ക് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഇതല്ലെങ്കിൽ എന്താ പ്ലാൻ ബി എന്നുള്ളത്. പക്ഷെ എനിക്കൊരു പ്ലാൻ ബി എന്നൊരു ടൈപ്പില്ല, ഇത് തന്നെ എൻ്റെ പ്ലാൻ എന്നുള്ളൊരു ഇത് തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ തന്നെ എങ്ങനെയും കയറണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ മാക്സിമം എഫേർട്ട് ഇട്ടു, അതുപോലെ കയറി. ഓക്കെ, ചെറുപ്പം മുതലേ തന്നെ ഇതായിരുന്നു ലക്ഷ്യമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു ആ ഒരു കാരണം? ചെറുപ്പം മുതലേ ഡോക്ടർ ആകാൻ എന്നുള്ളൊരു ആഗ്രഹം വന്നു എവിടുന്നായിരുന്നു? കോമഡി റിസൾട്ട് എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് ചെറുതെ എപ്പോഴും ഇങ്ങനെ അസുഖം വരരുത്, പനി അങ്ങനെ. അപ്പം കുറെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ സ്വയം ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർ അല്ല എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിൽ എപ്പോഴും ഹോസ്പിറ്റൽ വിസിറ്റ്സും അങ്ങനെ അഡ്മിറ്റ് ആയിട്ടൊക്കെ കിടക്കുമ്പോഴത്തേക്ക് ആ ഡോക്ടേഴ്സ് അവരോടുള്ള ആ ഒരു അവരുടെ ഇതൊക്കെ കണ്ട് നമുക്ക് ആ സർവീസിലോട്ട് ഇങ്ങനെ ഇതെനിക്ക് ഇഷ്ടം, അങ്ങനെ അവരോടുള്ള ഇഷ്ടം കാരണം ചെറുപ്പം മുതലേ ഡോക്ടർമാരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ജീവിച്ച ഒരാളാണ് ഇത്രയധികം. നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഒക്കെ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ. അപ്പം അങ്ങനെ ഒരു വന്നപ്പോൾ എനിക്ക് ഇതാണ് എനിക്ക് പറ്റിയ കോഴ്സ് എന്ന് ഒരു ഇത് വന്നിട്ട്. അപ്പോൾ മോള് നമ്മുടെ കോഴിക്കോട് സെൻട്രൽ റിപ്പീറ്റർ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബ്രില്യൻ ലൈഫ്? കോഴിക്കോട് ബ്രില്യൻ ലൈഫ് അടിപൊളിയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കയറിയിട്ടാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ജോർജ് സാറിനെയും നമ്മുടെ ക്ലാസ് ടീച്ചറെയും മെൻറ്റേഴ്സിനെയൊക്കെ കാണും. അപ്പോൾ അവരുമായിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാ. നമ്മുടെ ഇന്റേണൽ എക്സാം, ഇപ്പോൾ ഫസ്റ്റ് ഇന്റേണൽ എക്സാം കഴിഞ്ഞു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോഴും ഒരു മോട്ടിവേഷൻ, നമുക്കൊരു സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവിടെ ബ്രില്യൻ പാല ക്യാമ്പസ് പോലെ അല്ലല്ലോ, കുറച്ചും കൂടി കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും നമ്മളെ ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് നല്ല ഇതാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ അവിടെ പഠിക്കുമ്പോഴും ഇവിടെയുള്ള ആ ഒരു ലൈഫ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നീറ്റിനായി പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു 1 year ബാക്കിയെല്ലാം മാറ്റി വെച്ച് നമ്മൾ ഇതിനായിട്ട് അങ്ങ് എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ MBBS. ഓക്കെ, ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ് പ്രധാനമായിട്ട് തോന്നിയത്? നീറ്റ് പ്രിപ്പറേഷൻ അതുപോലെ MBBS ലൈഫ് രണ്ടും നല്ല ഡിഫറെൻ്റ് ആണ്. നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ദിവസം ഇപ്പോൾ 12+ hours ഒക്കെ ഇരുന്ന് പഠിച്ച് മീൻസ് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മുടെ എന്തിനാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിൽ കിട്ടണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ
പുറത്തുള്ള കാര്യങ്ങളാണെങ്കിലും ഫങ്ഷൻസ് ആണെങ്കിലും വേറെ ഒന്നിലും നമ്മൾ പങ്കെടുക്കുന്നില്ല. വേറൊരു ലൈഫ് ഇല്ല അവിടെ. ആ ഒരു 1 ഇയർ അതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയി. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഫുൾ ഫ്രീഡാണ്. നമുക്ക് ഹോസ്റ്റലിലാണെങ്കിലും ക്യാമ്പസിലാണെങ്കിലും 8 to 4 ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സും നമ്മുടെ പ്രാക്ടിക്കൽ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആ. നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനും അതിൻ്റെ കൂടെ നമ്മുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കാനും നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ നല്ല ടൈം കിട്ടുന്നുണ്ട്. ലൈഫ് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ മോളെ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ മോഡൽ എക്സാംസിൻ്റെ സമയമാണ്. അതായത് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വിദ്യാർത്ഥികൾ അവരുടെ എന്താ പറയുക, അവരുടെ ഏറ്റവും ഒരു പ്രാക്ടീസ് ലഭിക്കുന്ന ഒരു ഫേസിലേക്ക് അവർ കടക്കുകയാണ്. നിങ്ങൾ എക്സാക്ട്ലി 1 ഇയർ അഗോ നിങ്ങൾ ഇതേ ഫേസിലൂടെ കടന്നു നീങ്ങിയവരാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു മോഡൽ എക്സാംസിൻ്റെ ഒക്കെ ആ ഒരു സമയത്ത്? എക്സാംസിൻ്റെ സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പറ്റില്ല ഓരോ യൂണിറ്റ് എടുക്കുമ്പോൾ. പക്ഷേ പറ്റുന്നിടത്തോളം കവർ ചെയ്തിട്ട് എക്സാം കൊടുക്കുക, എക്സാം അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് മാർക്ക് കുറയും കൂടും വേരിയേഷൻസ് ഒക്കെ നല്ലോണം ഉണ്ടാവും. പക്ഷേ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് പറ്റിയ തെറ്റ് നമ്മൾ തന്നെ അത് തിരുത്തി നമ്മൾ തന്നെ നമ്മളെ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. നമുക്ക് തെറ്റുന്ന ഭാഗങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുറച്ചും കൂടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ അങ്ങനെ കോൺസെപ്റ്റ് നല്ല സ്ട്രോങ് ആയാൽ നമുക്ക് ഫസ്റ്റ് കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞാലും അവസാനം കമ്പൈൻഡ് ആകുമ്പോഴേക്കും കോൺസെപ്റ്റ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് നീറ്റ് നമ്മൾ ബെസ്റ്റ് തന്നെ കൊടുക്കുക, ടെൻഷനൊന്നും അടിക്കാതെ. മെയിനായിട്ട് ടെൻഷനൊന്നും തീരെ അടിക്കണ്ട. ഫസ്റ്റൊക്കെ മാർക്ക് കുറച്ച് കുറഞ്ഞാലും ടെൻഷൻ തീരെ വേണ്ട. കുറച്ച് ടെൻഷൻ ഉണ്ടാവും, ബട്ട് സ്റ്റിൽ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് അങ്ങനെ പോയാൽ കുറച്ചും കൂടി ഒരു ഹാപ്പി ആയിട്ട് അങ്ങനെ പോകാൻ പറ്റും. മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് ശകലം മാർക്കൊക്കെ കുറയുമായിരിക്കുമല്ലോ, വിഷമം ഉണ്ടായിരുന്നു അന്നേരം? എക്സാംസ് മാർക്ക് കുറയുമ്പോൾ എന്തായാലും വിഷമം വരും. അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ മനസ്സിൽ കൊടുക്കരുത്. കാരണം നമുക്ക് എത്രയോ എക്സാംസ് വരുന്നുണ്ട്. നമ്മൾ ബ്രില്യൻ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സീരീസ് ഓഫ് എക്സാംസ് ആണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അത് വിട്ടിട്ട് അതിൽ മിസ്റ്റേക്സ് മാത്രം നോക്കിയിട്ട് ഉടനെ അടുത്ത ഇതിലേക്ക് പോവുക. എന്തായാലും നമ്മളെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവും. നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ ഒരു എക്സാമിൻ്റെ റിസൾട്ട് ഒന്നും വെച്ചിട്ട് ഒട്ടും ഓക്കെ ഞാൻ ഫെയിലർ ആണ് അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുക. ചിലപ്പോൾ നമുക്ക് ഡ്രോബാക്സ് വരും, സെറ്റ് ബാക്സ് വരും. അതൊന്നും കാര്യമാക്കരുത്. എന്തായാലും പോസിറ്റീവായിട്ട് ഉള്ള ഒരു മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള മെയിൻ കാര്യം. പല വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യമാണ് മോഡൽ എക്സാംസിലൂടെ അവരുടെ ഇന്ന ഫാക്ടേഴ്സ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ചിലർക്ക് ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും, ചിലർക്ക് ആ ഒരു മിസ്റ്റേക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതികളായിരിക്കും. മോൾക്ക് എങ്ങനെയാണ് മോഡൽ എക്സാംസ് മോളുടെ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ഏറ്റവും നല്ല രീതിയിൽ സ്വാധീനിച്ചത്? ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇപ്പോൾ മോഡൽ എക്സാമിന് നമ്മൾ നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ എക്സാം നടത്തുകയാണ്. ഇപ്പോൾ ഒരു എക്സാം നമ്മൾ ഇതായാലും ഇപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ് അടുത്ത എക്സാം എഴുതുമ്പോൾ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ എക്സാം നമ്മൾ ചെയ്ത ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ടാവും. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് മെയിൻലി പറ്റണത് ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ അടുത്തത് എഴുതുമ്പോൾ വീണ്ടും അവിടെ തന്നെ കൊണ്ട് എഴുതി അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും. നല്ല സങ്കടം വരും, വിഷമം വരും. പക്ഷെ അടുത്ത എക്സാമിന് നമ്മളത് ശരിയാക്കി കൊണ്ടുപോവാണ്. അതുപോലെ സമയത്തിൻ്റെ കാര്യമാണെങ്കിലും നല്ല രീതിക്ക് നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ എഴുതുമ്പോൾ സമയം പിന്നെ ഒരു പ്രശ്നമില്ല. കാരണം കറക്റ്റ് നമുക്ക് ആ സമയത്തിനുള്ളിൽ തീർക്കാനും അതിന് ഈ മോഡൽ എക്സാം ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ. ഈ 2025 നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ അത് നല്ല ടഫായിരുന്നു. ശരിക്കും ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയവർ വരെ ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ ഇതെന്താ സംഭവം എന്നുള്ളൊരു രീതിയിലായിപ്പോയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും സംഭവിച്ചൊരു കാര്യം തന്നെയാണ്. ഇത് വേണമെങ്കിൽ നമ്മുടെ മോഡൽ എക്സാമുകളിലും സംഭവിക്കാം. ചിലപ്പോൾ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ പലരും സ്ട്രെസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ശരിക്കും അവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളും എക്സ്പീരിയൻസ് ചെയ്ത് വന്നതാണ്. പക്ഷേ അവിടെ ഇപ്പോൾ ആ നിമിഷം നമ്മൾ സ്ട്രെസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ ആ പ്രിപ്പയർ ചെയ്ത് മുഴുവൻ വേസ്റ്റ് ആവുക. നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷെ അതൊക്കെ ഇതൊരു കൊണ്ട് നമുക്ക് അങ്ങനെ കളയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറ്റണ മാക്സിമം പറ്റാത്ത വിടുക. നമുക്ക് അവിടെ അതേ ചെയ്യാനുള്ളൂ. അതിനു വേണ്ടി ആലോചിച്ച് കുറേ സമയം കളയാൻ നമുക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ടൈം വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് എത്രയും വേഗം നമുക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് പരമാവധി അറ്റൻഡ് ചെയ്ത് പോകലാണ് പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾ ഇപ്പോഴും ഒരു MBBS ലൈഫിലും കണ്ടിന്യൂ ചെയ്യുന്ന ഹോബീസ് എന്തൊക്കെയാണ്? MBBS ലൈഫിലും കണ്ടിന്യൂ ചെയ്യുന്ന ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. ഓക്കെ. ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. 6th തൊട്ട് 10th വരെയൊക്കെ ചെയ്തു. പിന്നെ അക്കാഡമിക്സ് ഒക്കെ ആയി കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നത് നിർത്തിപ്പോയി.
അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫസ്റ്റ് നമുക്ക് 2 ആഴ്ച ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്പോർട്സ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ട് 3 ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് എന്തെങ്കിലും ചെയ്യോ അങ്ങനെ അറിഞ്ഞു, ബാഡ്മിൻ്റൺ കളിക്കുന്ന അറിഞ്ഞു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയാണ്, ഡി സോൺ ആണ് നമ്മുടെ സ്പോർട്സിൽ. അപ്പം ഡി സോണിൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങി കളിച്ചു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ ഇൻഡിവിജ്വൽ ചാമ്പ്യനൊക്കെ ആയി, ഒത്തിരി സന്തോഷം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അങ്ങനെ ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ആക്ടിവിറ്റീസ്, പിന്നെ ഇപ്പോൾ ക്യാമ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻട്രൻസ് പ്രിപ്പറേഷൻ ടൈമിൽ മിസ് ചെയ്ത കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പലതും മിസ് ചെയ്തു, നമ്മളത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ള ഒത്തിരി വിഷമങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതൊക്കെ കോളേജിൽ എത്തിക്കാൻ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ മോള് പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ മോൾക്കുണ്ടായ ഒരു സന്തോഷമുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ആ ഒരു വെൽബീയിങ്ങിൻ്റെ ഒരു ക്വാളിറ്റിയാണത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു നീറ്റ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ പല വിദ്യാർത്ഥികളും അവർ വളരെ എന്താ പറയുക സില്ലി ആയിട്ട് കാണുന്നൊരു കാര്യമാണ് അവരുടെ സ്വന്തം ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത് തീർച്ചയായിട്ടും പഠിക്കാനുണ്ട്. പക്ഷേ അതിനുപരി നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിവിടെ ഈ ഒരു എക്സാമിലേക്ക് വരും. കാരണം ഇത്രയും സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ്, സമയം എനർജി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്? ഡെഫിനറ്റ്ലി മെൻ്റൽ ഹെൽത്ത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കടന്നു പോകുന്നത്, നമ്മൾ ഒരു 18-19 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പം നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തതിനും വലിയ സ്ട്രെസ്സാണ് ആ ടൈമിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നമ്മൾ ഓരോരുത്തരും മാനേജ് എല്ലാവരും നല്ല പോലെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത്ര ഉറപ്പില്ല. ഓക്കെ, എന്തായിരുന്നു മോളുടെ ഒരു സ്ട്രെസ് മാനേജ്മെന്റ്? ഞാൻ എനിക്കിവിടെ നല്ലൊരു മെന്റർ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ജയനൈൻ്റെ ക്ലാസ് ടീച്ചർ ആശാ മിസ് ആയിരുന്നു. ആശാ മിസ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും, സംസാരിക്കും. മിസ് നല്ല ഒരു ഫ്രണ്ട് വൈബായിരുന്നു, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ പാരൻസും നല്ല സപ്പോർട്ടീവായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിച്ചാൽ അവർ തന്നെ ചോദിക്കും, ഇതാണോ നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം, ഇതിനപ്പുറത്തേക്ക് നിനക്ക് എന്തൊക്കെയോ ചെയ്യാനില്ലേ, പിന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒരു വർഷത്തേക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് കരഞ്ഞു വിളിക്കും, അങ്ങനെയൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല, ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അങ്ങനെ അവർ പറയും. നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ മാനേജ് ചെയ്തു മെന്റൽ ഹെൽത്ത്. മോളുടെ മോഡൽ എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം നമുക്കറിയാം 3 ടോപ്പിക്സ് ഉണ്ട്, വാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനും ഉണ്ട്. എങ്ങനെയായിരുന്നു ഓരോന്നും ഒരു സ്ട്രാറ്റജിക്കലി എങ്ങനെയായിരുന്നു നമ്മൾ തരംതിരിച്ചത്? ഞാൻ പറയുമ്പം ആക്ച്വലി ഈ മോഡൽ എക്സാംസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് മാക്സിമം പോർഷൻസ് പഠിച്ചു തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്നാലും എത്ര പഠിക്കാൻ ശ്രമിച്ചെന്നാലും നമുക്ക് കുറച്ചൊക്കെ ബാക്ക്ലോഗ് വരും. അപ്പോൾ ഞാൻ ആദ്യം ഈ മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു 2-3 ദിവസം എന്തൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വന്നല്ലോ. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള ടോപ്പിക്സ് ജസ്റ്റ് അതിനെക്കുറിച്ച് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തു. നമുക്ക് കുറേ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണല്ലോ. അപ്പം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആബ്സെൻ്റ് ആയ ക്ലാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ആദ്യം ക്ലിയർ ആക്കി. പിന്നെ ഏകദേശം ഒരു ധാരണ നമുക്ക് വേണം, നമുക്ക് നമ്മളുടെ വീക്ക് പോയിന്റ് ഏതാ, നമ്മുടെ സ്ട്രോങ് പോയിന്റ് ഏതാ എന്നുള്ള കാര്യങ്ങളിൽ. പിന്നെ സബ്ജക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ എൻ്റെ സ്ട്രോങ് സബ്ജക്റ്റ് ബയോളജി ആയിരുന്നു. അപ്പം എന്ന് വെച്ചിട്ട് ഞാൻ ബയോളജി നോക്കാതിരുന്നിട്ടില്ല. ഞാൻ ബയോളജി നന്നായിട്ട് എല്ലാ ദിവസവും ബയോളജി നോക്കും. ഞാൻ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും നോക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റുന്നുണ്ടെങ്കിൽ ആ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കിന്ന് എത്ര മണിക്കൂറുണ്ട്, ഈ ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് കറക്റ്റായിട്ട് ഞാൻ ടൈം ഇങ്ങനെ ഡിവൈഡ് ആക്കി. എന്നുവെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ നമ്മുടെ നോട്ട് പാഡിൽ ആദ്യം ഞാൻ ഇങ്ങനെ ടൈം ടേബിൾ എഴുതും, ഇന്നത്തെ ദിവസം ഇത്ര കവർ ചെയ്യണം എന്നുള്ള. എന്നാലും നമുക്ക് ആ കറക്റ്റ് അത് കവർ ചെയ്ത് പോകാൻ പറ്റും. അല്ലാണ്ട് ഇത് കുറച്ചൊന്ന് ബയോളജി പഠിക്കാം, കുറച്ചൊന്ന് ഫിസിക്സ് പഠിക്കാം, അത് കഴിഞ്ഞ് കുറച്ച് കെമിസ്ട്രി പഠിക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നാൽ ഒന്നും ആവൂല. പിന്നെ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഒരു ദിവസം ഒരു സബ്ജക്റ്റ് മാത്രം നോക്കല്, അല്ലെങ്കിൽ എനിക്കത് അറിയാം എന്ന് വെച്ചിട്ട് അതിനെ അന്ന് പഠിച്ചതാ എന്ന് വെച്ചിട്ട് നോക്കാതിരിക്കല്, അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറക്കും. റിവിഷൻ ആവശ്യമുണ്ട്. ബയോളജിയുടെ കാര്യം ഞാൻ പറയാനുള്ള, ബയോളജി ഞാൻ NCERT ആണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. NCERT പിന്നെയും ഒരു ചാപ്റ്റർക്ക് എത്ര പ്രാവശ്യം വായിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല, അത്രയും പ്രാവശ്യം NCERT വായിച്ചിട്ടുണ്ട് ബയോളജി. ഫിസിക്സ് പ്രോബ്ലംസിലാണ് നമ്മുടെ കാര്യം. അപ്പം ഫിസിക്സ് ആണെങ്കിൽ ഡെയിലി എനിക്ക് ഫിസിക്സ് പൊതുവേ ഭയങ്കര പാടുള്ള ആളായിരുന്നു. ഫസ്റ്റ് വന്ന സമയത്താണെങ്കിൽ ഞാൻ ഫിസിക്സ് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ. നോക്കുമ്പോൾ എനിക്ക് ഫിസിക്സിന് തീരെ മാർക്ക് ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ബയോളജിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും. അപ്പം എനിക്ക് എൻ്റെ വീക്ക് പോയിന്റ് ഫിസിക്സ് എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം ഞാൻ കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ എഫേർട്ട് ഫിസിക്സിന് ഇടാൻ തുടങ്ങി. പിന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു. പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒക്കെ എടുക്കുമ്പോൾ
ആ ചാപ്റ്ററിൽ ഏത് പോർഷൻ ആണോ എനിക്കിപ്പം അറിയാൻ പറ്റാത്ത ഹാർഡായിട്ടുള്ള ഏതെങ്കിലും ചില ടോപ്പിക്സ് ഉണ്ടാവില്ല, അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ ആ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ എടുത്ത് ചെയ്തു തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഫിസിക്സ് ട്രാക്കിലാക്കിയത്. ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം. ഇന്ന് ഞങ്ങളുടെ ഒരു ഫാക്കൽറ്റിയോട്, അതൊരു പ്രൊഫസറോട്, ഒരു ഫസ്റ്റ് ഇയർ റിപ്പീറ്റർ സ്റ്റുഡൻറ്റ് ചോദിച്ചൊരു കാര്യമാണ്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുകയാണ്, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ അവർക്കറിയാം ആ ഒരു കഷ്ടപ്പാട് അവർക്ക് വേണം തീർച്ചയായിട്ടും നേടിയെടുക്കണമെങ്കിൽ. ചോദ്യം ഇതായിരുന്നു, ഈസ് ദിസ് വർത്ത് ഇറ്റ്? ഈ എടുക്കുന്ന മെനക്കേടിനുള്ളതുണ്ടോ എന്നുള്ളത്. വാട്ട് ഈസ് ദി ആൻസർ? ഉറപ്പായിട്ടും. കാര്യം ഇത് ഇത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് ഇങ്ങനൊരു എക്സാം ക്രാക്ക് ചെയ്ത് ഇത്ര നല്ലൊരു പ്രസ്റ്റീജിയസ് കോഴ്സിലേക്ക് വരുമ്പം അത് നമ്മൾ ചോസൺ ആയതുകൊണ്ടാണ്. നമുക്ക് ആ കോഴ്സ് പഠിക്കാൻ എബിലിറ്റി ഉണ്ട് എന്ന് ഉള്ളതിൻ്റെ എവിഡൻസ് ആണ് നമുക്ക് ഇതിലേക്ക് നമ്മൾ സെലക്ട് ആവുന്നത് തന്നെ. പിന്നെ ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ആക്ച്വലി ഭയങ്കര ഈസി അല്ല, പക്ഷേ നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. ഒരു എല്ലാവർക്കും പക്ഷേ ഈ കോഴ്സ് എടുക്കാൻ പറ്റില്ലല്ലോ, അത് തന്നെയാണ് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം നമുക്ക് ഒരു നല്ല മനുഷ്യനായിരിക്കാനും നമ്മുടെ സമൂഹത്തിലൊരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. ഇത് വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ പക്ഷേ ഈസി ജേണി അല്ല, ഹാർഡ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതിനെ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ദാറ്റ് ഈസ് അല്ലേ വളരെ വലുതാണ്. അതെ. ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും നീറ്റിന്റെ കഴിഞ്ഞ റിസൾട്ട് വന്ന ദിവസം നമ്മുടെ ഫുൾ ഫാമിലി ആണെങ്കിലും നമ്മളുടെ വീട്ടിനടുത്തുള്ളവരാണെങ്കിലും നമ്മുടെ ചെറിയ പരിചയമുള്ളവരാണെങ്കിൽ പോലും നമ്മളുടെ എത്ര വലിയ കാര്യമായിട്ട് ഇത് കാണുന്നെന്ന് നമുക്ക് ശരിക്കും അന്നാണ് മനസ്സിലാവുന്നത്. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ വ്യൂസ്. ട്രൂലി ഇൻസ്പയറിംഗ് വേർഡ്സ്. തീർച്ചയായിട്ടും നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പറഞ്ഞ വാക്കുകൾ ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.